സമരത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴും താരങ്ങൾ ഇത്ര ധൈര്യത്തോടുകൂടി പറയുന്നത് താരങ്ങളിൽ പല ആളുകളും നിർമ്മാതാക്കളാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കുറച്ച് നിർമ്മാതാക്കൾ മാറി നിന്നാലും ബാക്കിയുള്ളവരെ കൊണ്ട് സിനിമ എടുപ്പിക്കാമെന്നുള്ള ഒരു ധൈര്യം ഇതിനകത്ത് ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സമരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് എത്ര പേര് നിങ്ങൾ വിരലിലുണ്ടാകുന്ന പേരല്ലേ ഉള്ളവര് താരങ്ങൾ, അല്ലാതെ ബാക്കിയെല്ലാം ഞങ്ങൾ നിർമ്മാതാക്കളല്ലേ. അതുകൊണ്ട് ഞങ്ങൾ നിർത്തണമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നിർത്തും, അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. നിർത്തിയിരിക്കും. ഞങ്ങൾ സിനിമ നിർത്തണമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നിർത്തിയിരിക്കും. അതിൻ്റെ അത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയാതെ എങ്ങനെ പ്ലാൻ ചെയ്ത് പോകണം എന്നുള്ളത്. ഞാൻ എന്തിനാണ് ആശയവിനിമയം നടത്തുന്നത്? എനിക്കെതിരെ പോസ്റ്റ് ഇട്ട ഒരാളെടുത്ത് ഞാൻ ആശയവിനിമയം നടത്തേണ്ട കാര്യമില്ല. തികച്ചും തെറ്റായ ഒരു കാര്യം അത് പറഞ്ഞതിൽ പിന്നെ ഞാൻ പോയിട്ട് അവിടെ ആശയവിനിമയം നടത്തും. എനിക്ക് അങ്ങനെയൊന്നും പോണ ആളുമല്ല ഞാൻ. അല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. പുള്ളിക്ക് അറിയാമല്ലോ, ഞാനിവിടെ വൈസ് പ്രസിഡന്റാണ്. പ്രസിഡന്റ് ഇപ്പം ഞാനിവിടെ ഇരിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞാൻ എന്തിനാണ് ചെയർ ചെയ്യുന്നത്? പ്രസിഡന്റ് ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ ചെയർ ചെയ്യുന്നത്. അപ്പം പ്രസിഡന്റ് ഇല്ലാത്ത വൈസ് പ്രസിഡന്റാണ്. ഒന്നീ ഞാൻ അല്ലെങ്കിൽ ചെയ്യാതെ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളാണ് ചെയർ ചെയ്യേണ്ടത്. അപ്പം ഞങ്ങളത് ചെയ്യും. ആ ഉത്തരവാദിത്വം. പിന്നെ ഇതൊരു സംയുക്ത സമ്മേളനമായിരുന്നു, നിങ്ങൾ കണ്ടാണല്ലോ. സംയുക്തമായിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിങ്ങിൻ്റെ ബ്രീഫിംഗ് ഞാൻ നടത്തിയെന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഞാൻ അധ്യക്ഷനായിരുന്നുകൊണ്ട് ഞാൻ ബ്രീഫ് ചെയ്തതാണ്. ഈ സിനിമ സമരവുമായി പോകുമെന്ന് പറയുമ്പോൾ താരങ്ങൾ ആരെങ്കിലും നിർമ്മിക്കുന്ന സിനിമ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതെങ്ങനെയായിരിക്കും? താരങ്ങൾ അതിന് പ്രത്യേകത വല്ലതും ഉണ്ടോ? ഞങ്ങൾക്ക് നിർമ്മാതാവ് വന്നേ ഉള്ളൂ, താരം എന്നൊന്നുമില്ല. ഒരു നിർമ്മാതാവെന്നേ ഉള്ളൂ. അത് താരമായാലും അല്ലാത്ത ആളായാലും ഒരാൾ നിർമ്മാതാവ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് താരമായിക്കോട്ടെ അല്ലാത്ത ആൾക്കോട്ടെ. അതിലൊന്നും എവിടെ അങ്ങനെ വരുമ്പോഴല്ലേ നമ്മളിപ്പോ ഇപ്പോഴേ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. അന്ന് ആരും നിർത്തുമ്പോൾ അല്ലേ നമ്മൾ ആലോചിക്കേണ്ട, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അല്ലേ ആലോചിക്കേണ്ടത്. നമുക്ക് അപ്പം ആലോചിക്കാം എന്ത് ചെയ്യണം എന്നുള്ളത്. ഒരിക്കലും ഇല്ല. എന്തിനാണ് ഞങ്ങൾ സമരം ചെയ്താൽ? ഞങ്ങൾ സർക്കാരുമായിട്ടാണ് സമരം ചെയ്യുന്നത്. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കുറേ ഇഷ്യൂസ് നമ്മൾ പറഞ്ഞു. ആ ഇഷ്യൂസ് ഞങ്ങൾ അമ്മയായിട്ട് ചർച്ച ചെയ്യും. അതല്ലേ ചെയ്യേണ്ടത്. പ്രതിഫലം തീർച്ചയായിട്ടും കുറയ്ക്കണം. നമ്മൾ പറയുന്നത് എന്തിനാണ് പറയുന്നത്? പ്രതിഫലം കുറയ്ക്കണം എന്ന് പറയുന്നത് ഇവിടെ കളക്ഷൻ ഇല്ല, കോസ്റ്റ് കൂടുന്നു, ഒരു രീതിയിലും കച്ചവടം നടക്കുന്നില്ല. അപ്പം പിന്നെ എന്ത് ചെയ്യണം? എല്ലാവരും കൂടെ വിചാരിച്ചാലേ നടക്കൂ.